ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മ ചെറിയ ഔട്ടിങ്ങിന് പോണേന്. അപ്പന് സ്ഥലമാണ് ഫുള്ള് എല്ലാവർക്കും. എങ്ങോട്ടാ പോണെന്ന് നമുക്ക് അറിയില്ല. ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ആയി നമ്മള് ഇതാക്കണത്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായി ഗൈസ്. ഊബർ പോയിട്ട് ഒന്നും വന്നിട്ടില്ല. കുറെ നേരമായി നമ്മളിവിടെ വെറുതെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. 3 hours later. ഗൈസ് 1.5 മണിക്കൂർ പോസ്റ്റിന് ശേഷം നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മ ഇന്ന് ഫോറം മാളിലേക്കാണ് പോണത്. സോ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഫോറം മാളെത്തി. നമുക്കപ്പോ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഫോറം മാൾ വന്നിട്ട് എന്താ പരിപാടി വന്നിട്ട്? നമുക്കിനി മെയിൻ ആയിട്ട് ഫുഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ തെണ്ടിത്തിരുന്ന് നടക്കണം, അത്രേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും ഉണ്ടാ പറയാനായിട്ട്? അപ്പൊ നമ്മൾട്ട് കുറച്ചേരം നടന്നിട്ട് ഫുഡ് കഴിക്കാനാവുമ്പോ വരാന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടിത്തിരിഞ്ഞ് നടക്കാം. ഇഷാനെ, നിനക്കൊരു ചാൻസ് തന്നാ ചെയ്യോ? ചെയ്യോ? ഒരു ചാൻസ് തന്നാ ചെയ്യോ? ആലോചിക്കട്ടെ ഏട്ടാ, ഒരു മിനിറ്റ്. ഇപ്പൊ തരാൻ പറ്റിയ ചാൻസ് എന്താണ് നിനക്ക്? കിട്ടല്ലോ. നീനക്കില്ലേ എന്താണ് ഇറങ്ങണ ലിഫ്റ്റിലേ കേറാൻ പറ്റുമോ? ഓടി മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കേറണം. ഇറങ്ങണ ലിഫ്റ്റിലേ കേറാൻ പറ്റുമോ? മൊത്തം ചെയ്യണം. എന്നാ നീ ചോദിക്കണം എന്താണെങ്കിൽ മനസ്സിലാക്കാം. ഉറപ്പ് ട്രൈ ചെയ്ത് നോക്കാം. സെക്യൂരിറ്റി ഒക്കെ കണ്ട എനിക്ക് പേടിയാവാൻ. അവരെല്ലാം പറയൂലേ, അവരെന്ത് പറയാനാ? എടാ മൊത്തം കയറിട്ട് ഇറങ്ങണ്ടേ, അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാരൊക്കെ കയറൂലേ. എന്നാ കുഴപ്പമില്ല, നിനക്ക് വേറെ ചാലഞ്ച് തരാം. നമുക്കിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? നമുക്കിപ്പോ 57 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിനക്ക് 70 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലേ നിനക്ക് ചോദിക്കണം എന്ത് വേണമെങ്കിലും മനസ്സിലാ. 70 സബ്സ്ക്രൈബേഴ്സ് മതി. ഉറപ്പ് ചെയ്യോ? അല്ല, നീ നേരത്തെ ഇതുപോലെ തന്നെ പറഞ്ഞ ഹൈപ്പർ മാർക്കറ്റിംഗ് കയറിയിട്ട് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് പുറത്തൊന്നുമില്ല. ഐഫോണൊന്നും പറയുന്നത് ഒരൊറ്റ സാധനം മാത്രം. ഇല്ല, 57 സബ് ഉണ്ട് നമുക്ക്. 70 ആക്കി തന്നെ. ആദ്യം ചോദിക്കാൻ പോണം. അന്തനായിരിക്കുമല്ലേ ഇപ്പൊ പറയൂട്ട പുള്ളിനോട് ഇങ്ങനെ തോന്നല്ലേ. ഹലോ, പേരെന്താ? നമ്മളൊരു വ്ളോഗ് എടുക്കണേ. അപ്പൊ വീഡിയോ എടുക്കണ കുഴപ്പമില്ലല്ലോ. നമ്മളിപ്പോ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് യൂട്യൂബ് ഒന്ന് സബ് ചെയ്യൂ. നമ്മളെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ഫൺ സിറ്റി കയറിയിട്ടുണ്ട്. അവിടെ കുറച്ച് തെണ്ടി അലഞ്ഞ് നിന്നിട്ട് ഒരു സബ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് ഫൺ സിറ്റി പോയി അന്വേഷിക്കാം, കൂടുതൽ സബ് നേടാം. ശരി, മഞ്ഞ എന്താ നോക്കിക്കണ? വാ, അടുത്ത ഫോളോവേഴ്സിനെ ഒപ്പിക്കുക, അടുത്ത സബ്സ്ക്രൈബറിനെ ഒപ്പിക്കുക. വാ കളിച്ചും കൊണ്ടിരിക്കണേ. ഹലോ, പേരെന്താ? നമ്മൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യും. ഓജസ് ആൻഡ് തേജസ്. പറയാമോ? ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച പോവാം. സത്യം പറഞ്ഞാലേ ഈ ചാലഞ്ച് മഞ്ഞ കൊടുത്താടാ. ഇവിടെ നോക്ക്,
നിനക്കല്ലേ ഈ ചാനൽ തന്നത്? അതെ, നീ എന്താ കാണിക്കുന്നത്? അതാ അവള് തന്ന സബ് നമ്മ കൂട്ടൂലാട്ടാ. അവള് ഒരു സബ് ഉണ്ടാക്കി തന്നെ, അത് കൂട്ടൂല. നീ തന്നെ ചെയ്യണം, അന്നേരം നിനക്ക് കിട്ടുള്ളൂ. നിനക്കാണ് ഞാൻ ഇതാണത്. അടുത്തായിട്ട് ചോദിക്കാൻ പോണേണ് ഗൈസ്. അവിടെ വേറെ സ്ഥലത്തേ അവിടെ കൊറേ ആൾക്കാരുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അവിടെ ചോദിക്കട്ടെ? ഹലോ, പേരെന്താ? നമ്മൊരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഫോളോ ചെയ്യാം. ഒരു മിനിറ്റ് ഗൈസ്, രണ്ടുപേരും ചെയ്തോ? ചെറിയ വ്ളോഗും ചാലഞ്ച് അങ്ങനെയൊക്കെ ആയി. ഓക്കെ, താങ്ക് യു. ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അപ്പാനെ നമ്മ കുറെ നേരമായി വെയിറ്റ് ആക്കണത്. അപ്പൊ നമ്മ അതുവരെ സബ്സ്ക്രൈബേഴ്സിനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ വന്നിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. സബ്സ്ക്രൈബേഴ്സിനെ അന്വേഷിച്ച് 3 hours later. അങ്ങനെ കുറെ നേരത്തേക്ക് ശേഷം അപ്പ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അപ്പാന്റെ അടുത്തിട്ട് പോകാം. ഇതാണ് നമ്മളെ സ്പോൺസർ ചെയ്യണ അപ്പ. ഇത് അപ്പാന്റെ ഫ്രണ്ട് റിട്ടോ ചേട്ടൻ. ഓക്കെ, ഹായ്. എങ്ങനെയുണ്ട് നമ്മുടെ വ്ലോഗ്? നല്ല വീഡിയോ ആണ്, ഞാൻ കാണാറുണ്ട്. സബ്സ്ക്രൈബറിനെ കണ്ടെത്തി ഗൈസ്. നല്ല വീഡിയോ ആണ്, ഞാൻ കാണാറുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ്. കുറച്ച് പേര് റൈഡിന് കേറാൻ പോണേന്. ഈ റൈഡിലാണ് അവർ കേറാൻ പോണത്. അപ്പൊ നമുക്ക് അവരുടെ എക്സ്പ്രഷനും എല്ലാം നോക്കാം. എന്റെ സൂപ്പർ. കുഴപ്പമുണ്ടായില്ല, എന്നാലും ഒന്നും പറയാനില്ല. പണ്ടാരം പിടിച്ച സാധനവും കേറരുതാരും. എങ്ങനെയുണ്ടായി പറ? എന്റെ പൊന്നോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓറാക്കണ്ട. മതി. സൂപ്പർ. എന്തോറാണല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നീ എങ്ങനെയുണ്ടായി? കുഴപ്പമുണ്ടായില്ല. പിന്നെ കുറച്ച് പേടി ഉണ്ടായിരുന്നു അതിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ. പിന്നെ ഓവറാണ്, വെറുതെ തലർക്കം മാതിരി എന്ന് വെച്ചാ അതിന്റെ ഉള്ളിലുള്ളാണെങ്കിൽ കൂടി നല്ല തലർക്കായിരുന്നിട്ടാ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സൂപ്പർ. അതിന്റെ ഉള്ളിൽ കുറെ ഡ്രൈനോസേഴ്സും കുന്നും മലയും ഭയങ്കര ഇരുട്ട്. അതിനാണ് ഈ കിടന്ന് മൈക്കോളാലോ. ഗൈസ്, എന്റെ ഡെഡിക്കേഷൻ നോക്കണം ഗൈസ്. ഞാനേ പനി കഴിഞ്ഞിട്ട് ഇവര് വിളിച്ചിട്ട് വന്നതാണ് ഗൈസ്. ഡെഡിക്കേഷൻ അല്ല, എന്റെ ഡെഡിക്കേഷൻ അത് നല്ലൊരു ഡെഡിക്കേഷൻ ആയിരുന്നു. നല്ലൊരു ഡെഡിക്കേഷൻ. എന്താണ് മറ്റേ മലയാളം എക്സാമാ?
ആ ഡെഡിക്കേഷൻ എന്നുവെച്ചാല് ആത്മാർത്ഥത ആത്മാർത്ഥത നല്ല പ്രവൃത്തി എന്നും പറയും അതിന. നല്ല പ്രവൃത്തിയാ ഇവിടെ ഗുഡ് ഹാബിറ്റിന്. ശരി എന്നാ ഇനി നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണാണ്. എവിടെ പോണെന്നൊന്നും എനിക്കറിയില്ല. പഞ്ചാബ് ഫുഡും അപ്പുറത്ത് കൊറിയൻ ഫുഡും ആണ് കിട്ടണത്. നമ്മളിത് രണ്ടും കഴിക്കൂല, നമ്മള് ചിക്കൻ കഴിക്കും. ചിക്കൻ എനിക്കറിയില്ല എന്താ കഴിക്കണെന്ന്, നോക്കാം. ഇത് സെറ്റ് അല്ലേ? ഐഫോൺ എടുത്താലേ എന്റെ ഫോണാ. പനിയാണ്, പാരസെറ്റാമോൾ ഇപ്പൊ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. മെൻഷൻ ഫോറമല്ലേ പാരസെറ്റാമോൾ. ഷീമോളെ നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ഫിദുനെ കൊണ്ട്? മറ്റേ യൂട്യൂബിൽ കണ്ടില്ലേ ഫോറമാളില്? ഒരു സെക്കൻഡ് ഞാനും വരാം. അപ്പം ഫുഡ് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. എന്താ ഓർഡർ ചെയ്തിട്ടൊന്നും എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് പോയി എടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ ആൻഡ് കളക്ട്. ഫുൾ സസ്പെൻസ് ആണല്ലേ? നീ പറഞ്ഞത് അവിടെ നിന്ന് കിട്ടൂലേ? നീ പറഞ്ഞത് അവിടെ നിന്ന് കിട്ടൂലേ? ആ KFC ആണ്. KFC ശിവനെ ഒരു സുഖം. പിന്നെ കാണിച്ചിട്ടല്ലോ കാറ്റുള്ളൂ. 7 മിനിറ്റ് വൈകിയ സാധനം കിട്ടൂലേ? 7 മിനിറ്റ് വൈകിയ അറിയില്ല. 7 മിനിറ്റ് വൈകിയ KFC ചിക്കൻ കാല് കിട്ടും. നോക്കാം 7 മിനിറ്റ് വൈകിയ വൈകാം. ഇതാണ് നമ്മള് വാങ്ങിയ സാധനം. KFCക്ക് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തരാ. സാധനം വാങ്ങിയിട്ട് നമ്മൾ പോയി കഴിക്കും. കഴിച്ചിട്ട് നമ്മള് ഷെയ്മോന്റെ അടുത്തോട്ട് ഞാൻ പോകും. ഓണല്ലേ ചേട്ടൻ എടുത്തോട്ടെ? ഓക്കെ താങ്ക് യു. മെലോൺ നടന്നോ? എന്താ ഇവിടെ എന്താ പാട നടക്കോ? മയോണൈസ് രക്ഷയില്ല. നോക്കൂ പൊന്നൂടെ ഒക്കെ ആർത്തി നോക്കൂ ഗൈസ്. പൊന്നൂന്റെ ആർത്തി നോക്കൂ. ഫിദുവിന്റെ ആർത്തി നോക്കൂ. ക്യാമറ വരുമ്പോഴത്തേക്കും നോക്ക് ഉമ്മൂന്റെ ഒക്കെ ആർത്തി നോക്ക്. ഉമ്മൂനോക്ക് ഇത് നോക്ക്. രണ്ടെണ്ണം കയ്യിലെടുത്ത് പിടിച്ചേക്കാൻ. എന്ത്? മാറി പലതും പലതാണ് നോക്കാനാണ്. എനിക്കറിയോ എന്റെ പൊന്നോ. കൈയിട്ടേക്കണ്ട. അത് മാത്തുരുത്തി. ആയിക്കോണല്ലേ ഗൈസ്? അപ്പൊ സാധനം വന്നു. ഇനി ഫിദുവിന്റെ ആർത്തി കാണാം നമുക്ക്. ഫിദുവിന്റെ ആർത്തി നോക്കൂ. ഇഷാന്റെ ആർത്തി നോക്കൂ. പറയിപ്പിക്കും. എവിടെ വന്നാലും ഇതേപോലെ പറയിപ്പിക്കും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആട് ഷെഡ് കൺഫേം ആയില്ലേ? അതെ. എങ്ങനെയുണ്ട് സംഭവം? അതെ ഞങ്ങള് വേറെ സാധനം കഴിക്കും. എല്ലാം അടിപൊളിയായിരുന്നു. ഇതിന്റെ പേര് ബാബിക്യൂ എന്തോ സാധനം, ഡിലൈറ്റ് എന്നാണെന്ന് തോന്നുന്നു. ഇത് സുപ്രീം പിസ്സ. എല്ലാം രണ്ടും അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. അതല്ലെന്ന് ഇങ്ങനെയൊക്കെ പറയൂ. ഇങ്ങനെ ജ്യൂസ് ചെയ്യാനൊക്കെ പറയൂല. എന്താ അതോ മതി. സമയം എത്രയെന്നറിയോ? സമയം നമ്മൾ എത്രയൊക്കെ സമയമായി. ബാത്റൂമിൽ പോവാ. ക്യാമറ ഒക്കെ എന്താ പറയാ. ടോട്ടലി ഇന്നത്തെ വ്ളോഗ് എങ്ങനെ ഉണ്ടായി അത് പറ.
വ്ലോഗ് സത്യത്തില് നമ്മൾ ലുലു പോയതിന്റെ അത്രയും കംഫോർട്ടിൽ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഒരു കണ്ടിന്യൂറ്റി കിട്ടി കുറെ നാൾക്ക് ശേഷം നമ്മളെ പാടെ കുറച്ചാളായിട്ടുള്ളൂ. ബട്ട് ഈ വ്ലോഗിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും ഗൈസ്. ഉറപ്പായിട്ടും. പിന്നെ we are improving. എന്താ എനിക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല. ഷെയ്മോൻ പറഞ്ഞിട്ട് ഞാൻ പറയാനാണ് ഗൈസ്. എന്തോ മഞ്ഞാക്ക് എന്തോ ചലഞ്ച് കൊടുത്തിട്ടുണ്ടായി, എന്തോ എസ്കലേറ്ററിൽ ഓപ്പോസിറ്റ് നടക്കാനായിട്ടുള്ള സംഭവം. അപ്പൊ നേരത്തെ തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് മഞ്ഞൊരു ഇൻട്രോവേർട്ട് ആയത് കൊണ്ടും മഞ്ഞ ചെയ്തില്ല. ഇപ്പൊ മഞ്ഞ ചെയ്യും എന്നാണ് പറയണത്. നമുക്ക് നോക്കാം. പക്ഷെ ഇത് സ്ലോ ആണ്. ഈ എസ്കലേറ്റർ സ്ലോ. ഇപ്പുറത്തെ എസ്കലേറ്ററിൽ മതി. നീ ഇപ്പുറത്തേ പോ, ഞങ്ങൾ ഇപ്പുറത്തേക്ക് കയറി വരാം. അത് പൊളിയായിരിക്കൂലേ റണ്ണിങ് ഷോട്ട്. നീ ഇപ്പുറത്തേക്ക് കയറി പോ, നടന്നു പോ. ആ നോക്ക് 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 നോക്ക്. വാട വാട വാ കേറുക. പിന്നെ പേടിത്തൂറൻ. അസല് പേടിത്തൂറനാണ്. പേടിത്തൂറൻ ഇങ്ങനെ പേര് പാടില്ല ആണുങ്ങളായി കഴിഞ്ഞാൽ. അതുകൊള്ള അന്ന് അങ്ങോട്ടേക്ക് എസ്കലേറ്ററിൽ അങ്ങോട്ട് പോകാൻ എല്ലാവർക്കും പറ്റും. ഇത് കണ്ടുപിടി. കണ്ടോ വേറെ എന്ത് പോടാന്ന്. സെക്യൂരിറ്റി തന്നെ ഉണ്ട്. നമ്മൾ പിടിക്കാൻ തോന്നണ്. അല്ലല്ല മന്നനെ പിടിക്കാൻ ഇല്ല, ആരെയും പിടിച്ചില്ല. നമ്മള് ഫുള്ളിനെ അങ്ങനെ വട്ടം കളിപ്പിക്കാന്ന് വിചാരിച്ചാണ്. ബട്ട് അത് നടന്നില്ല. കുഴപ്പമില്ല. പക്ഷെ എന്തോ തോന്നണ്. നോക്ക രണ്ടാമത്തെ പ്രാവശ്യം തോറ്റതോടുകൂടി മഞ്ഞ തെളിയിച്ചിരിക്കുന്നതാണ്. മഞ്ഞനെ കൊണ്ട് ഈ പറ്റൂലെന്ന്. മഞ്ഞനെ കൊണ്ടൊന്നും പറ്റൂല ഗൈസ്. ഞാൻ തന്നെ വേണം ചെയ്യാനായിട്ട്. ഇവർക്കൊക്കെ ഭയങ്കര നാണോണ് ഗൈസ്. ചേട്ടാ പേരെന്താ? ആദർശ്. ഞങ്ങളൊരു ബ്ലോഗ് തുടങ്ങിയിട്ടുണ്ട്. ഒരാഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഒന്ന് ഞങ്ങളുടെ യൂട്യൂബ് ഒക്കെ ഒന്ന് സബ് ചെയ്യും. അപ്പൊ അങ്ങനെ ഗൈസ് മഞ്ഞ വേറെ ഒരാളുടെ ഫോണിലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. യൂബർ വന്ന് ടൈം പോയി. ഇനി നമുക്ക് വീഡിയോ എന്തായാലും വീട്ടിൽ പോയിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ശരിക്കും മറ്റേ എന്താണ് വീഡിയോയുടെ ഔട്ട്റോ ഒക്കെ എടുത്ത് സെറ്റായിട്ട് വന്നു. ഔട്ട്റോ ഒക്കെ എടുത്തതാണ്. പക്ഷേ മൈക്ക് ഓണായിരുന്നില്ല. അതിൻ്റെ ചെറിയതായ ഒരു പ്രോബ്ലം ഉണ്ടായി. കുറച്ചധികം കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കാനുണ്ടാവും മൈക്ക് എന്തിനാ പിടിച്ചാണ്, വെറുതെ പിടിച്ചേക്കണാണ്. ഇനി അപ്പൊ നമുക്ക് എന്തായാലും വീടെത്തിയിട്ട് ബാക്കി നമുക്ക് ഔട്ട്ഡോർ എടുക്കാം. അപ്പൊ ഗൈസ് നമ്മള് ഫോറം വിസിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മളിതിപ്പോ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും യാത്രയോടാദ്യം ഒച്ചപ്പാടും പേർ കൊടുക്കാത്തത്. ഓക്കെ ബൈ.